ഒരു 2 മഴയങ്ങോട്ട് മണ്ണിൽ പതിക്കുമ്പോഴേക്കും എൻ്റെ കുട്ടിയുടെ തുണികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. ഷൂയുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണേ. അപ്പം എന്ത് ചെയ്തു, കുറച്ച് പുതിയ തുണികളൊക്കെ വെട്ടി അത് മടക്കി വെക്കുക. തോനെ തുണികളും മടക്കാൻ കണ്ടപ്പോൾ എനിക്ക് മടിയായി. അപ്പം ഞാൻ വേഗം പോയി ചോറും കയ്പക്ക കറിയും ചെറുപയർ ഉപ്പേരി അച്ചാറ് കൂട്ടി ചോറുണ്ട്. അങ്ങനെ ഇന്ത്യയും പെണ്ണിൻ്റെയും ചോറൂണൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള കൂട്ടാനും ഉപ്പേരിയും ഒക്കെ ഞാൻ വേറെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ ഒതുക്കി വെക്കാനുള്ള പരിപാടിയാണ്. ഇനി ഇതൊക്കെ വൈകിട്ട് ചോറ് തിളപ്പിച്ച് കൂട്ടുന്ന കൂട്ടത്തിൽ എടുത്ത് ചൂടാക്കലും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചോറുണ്ട പാത്രങ്ങളും ഇപ്പോൾ കൂട്ടാൻ മാറ്റിച്ച പാത്രങ്ങളൊക്കെ കൂടിയിട്ട് അതൊക്കെ ഒന്ന് കഴുകാനും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ വേഗം സോപ്പൊക്കെ തേച്ച് വേഗം കഴുകി എടുത്ത് വെച്ചു. ഈ പാത്രം കഴുകി അടുക്കള വൃത്തിയാക്കണ കൂടി എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോഴെല്ലാം ആലോചിച്ച് എടുക്കണം കട്ടിലുമ്പോൾ ബാക്കി തുണികൾ. അപ്പോഴേക്കും ചെക്കൻ ഉറങ്ങി. പിന്നെ അതൊക്കെ മടക്കി വയ്ക്കലൊക്കെ കഴിഞ്ഞു. ഈ എഴുതുന്നത് വീട്ടിലേക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊന്നുമല്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊന്നും മറക്കാതിരിക്കാൻ വേണ്ടി എല്ലാം അത് ഞാൻ എഴുതി വയ്ക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, കുറച്ച് ഓർമ്മ കുറവുള്ളതുകൊണ്ട് എല്ലാം എഴുതി വയ്ക്കും. ഈ എഴുതി വെച്ച സാധനങ്ങൾ ഇതൊക്കെയാണ്. കുട്ടികളുടെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുടെ ഡയപ്പർ റാഷ് ക്രീം, പനി എങ്ങാനും വന്ന് അതിൻ്റെ, പിന്നെ എൻ്റെ അയണും കാൽസ്യം ടാബ്ലറ്റും മാത്രമേ എനിക്കെന്ന് പറഞ്ഞിട്ട് എടുത്ത് വയ്ക്കാൻ എനിക്കുള്ളൂ. പിന്നെ അവരുടെ ഡ്രസ്സുകൾ, അങ്ങനെ ഇത്രയും സാധനങ്ങൾ. എനിക്കൊന്നും ഞാൻ കൊണ്ടുപോകില്ല. എനിക്കെൻ്റെ അമ്മയുടെ ഡ്രസ്സുകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതാ വണ്ടി വന്നു, പോവായി. ആകെ 2 ദിവസത്തേക്കുള്ള യാത്രയാണ്. ഞായറാഴ്ച ഇങ്ങോട്ട് തിരിച്ചും വരും. ഇന്ന് അഞ്ഞിപ്പോൾ യാത്രയില്ല, ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യുക.